പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. എറണാകുളത്ത് ഹിജാബിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടു. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് സംഭവം ഉണ്ടായത്. സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഹിജാബ് അനുവദിക്കില്ല എന്നും അത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും മാനേജ്മെന്റ് നിലപാടെടുത്തു. ഇതേ തുടർന്ന് സ്കൂൾ അടച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഹിജാബിന്റെ പേരിൽ പുറത്തുനിന്ന് ചിലരെത്തി സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് അടച്ചിടുന്നു എന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് വിശദീകരിക്കുന്നതും. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകും. ജിജീഷ്, എന്താണ് സംഭവിച്ചത്? അനു, സെന്റ് റീത്താസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ച് വരികയും എന്നാൽ അത് സ്കൂളിൻ്റെ നിയമാവലിക്ക് അല്ലെങ്കിൽ അവിടുത്തെ അച്ചടക്കം അനുസരിച്ച് യൂണിഫോം ധരിച്ച് തന്നെ വരണമെന്നൊരു നിർദ്ദേശം സ്കൂൾ അധികൃതർ നൽകിയിരുന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ അത് അത്തരത്തിൽ വരരുതെന്ന് നിർദ്ദേശം നൽകി. എന്നാൽ ഹിജാബ് ധരിച്ച് തന്നെ വരണമെന്നൊരു നിർബന്ധം കുട്ടിയും ബന്ധുക്കളും ഒരു സ്വീകരിക്കുകയായിരുന്നു. ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇനി 7ാം തീയതിയാണ്. കാരണം ഇതിനു മുമ്പൊന്നും തന്നെ ഇത്തരം ആവശ്യങ്ങൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നിലയിൽ യൂണിഫോം ധരിച്ച് തന്നെയാണ് വരാറുമുണ്ടായിരുന്നത്. പെട്ടെന്നൊരു ദിവസം 7ാം തീയതി കഴിഞ്ഞ ദിവസം കലാപരിപാടി ആർട്സ് ഡേ നടക്കുന്ന ദിവസമാണ് ആദ്യമായി ഇത്തരത്തിൽ യൂണിഫോമിനൊപ്പം ഹിജാബ് കൂടി ധരിച്ചു വന്നത്. എന്നാൽ മറ്റ് വേഷങ്ങൾ പാടില്ല, നിഷ്കർഷിക്കുന്ന പ്രകാരം തന്നെ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് സ്കൂൾ അധികൃതർ പറയുകയും ചെയ്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിസ്റ്റർ ഹെലീന, പ്രിൻസിപ്പൽ, നമ്മളോടൊപ്പമുണ്ട്. സിസ്റ്ററെ, അന്ന് എന്തായി ഒരു സംഭവങ്ങളുടെ തുടക്കം? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 7ാം തീയതിയാണ്. ഒരു 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന യൂണിഫോം തന്നെയാണ് കുട്ടി ഈ 4 മാസവും കീപ്പ് ചെയ്തിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം 7ാം തീയതി ആർട്സ് ഡേ സെലിബ്രേഷൻ്റെ സമയത്താണ് ഈ കുട്ടി വരുന്നതും. ഞാൻ ആ ക്ലാസ് ടീച്ചറിനോട് ഇതെന്താണ് കാര്യമെന്ന് ചോദിക്കാനായിട്ട് ക്ലാസ് ടീച്ചറിനെ ആ കുട്ടിയോട് അടുത്ത് വിടുകയും കുട്ടി നിർബന്ധം പിടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ മതത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ പേരൻസും ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ, ഇതിട്ടേ ഞാൻ പഠിക്കത്തുള്ളൂ എന്നൊരു വാശിയോടുകൂടെ കുട്ടി നിൽക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല, കുട്ടിയുടെ പാരൻസിനെ വിളിപ്പിച്ചോളൂ എന്ന് ഞാൻ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു. കുട്ടിയെ എനിവേ നമ്മുടെ ഹാളിൽ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു. മോർണിംഗ് ടു ടിൽ ഈവനിങ് അവരവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് പാരൻസിനെ വിളിപ്പിച്ചു. പാരൻസ് വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇനാഗുറേഷൻ നടത്തുന്ന സാർ, അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്, അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ് ജയരാജ് സാറാണെന്ന് വന്നത്. അപ്പോൾ സാറ് വന്നതുകൊണ്ടും പിന്നെ നമുക്ക് പാരൻസിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ ഉടനെ ഇനാഗുറൽ അഡ്രസ്സിലോട്ട് പോകുന്നു. ഇനാഗുറേഷൻ കഴിയുമ്പോൾ ആ ഇനാഗുറേഷൻ സ്പീച്ച് നടക്കുന്ന സമയത്ത് പാരൻസ് തിരിച്ച് ഇറങ്ങി പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത്. സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ പിന്നെ ഒന്നും സംസാരിച്ചില്ല. കുട്ടി അന്ന് ഫുൾ ഡേ ആ പ്രോഗ്രാമിനിരുന്നു. നെക്സ്റ്റ് ഡേ 8th ആയപ്പോൾ ഒക്ടോബർ 8th സെയിം ഒരു ഇതിൽ വരികയാണ്. ഹിജാബ് ധരിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അസംബ്ലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതെ 8നും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിളിച്ച് ഓഫീസിലല്ല കോൺഫറൻസ് റൂമിൽ കുട്ടിയെ സേഫ് ആക്കുന്നുണ്ട്. വിത്ത് ദ പ്രസൻസ് ഓഫ് എ ടീച്ചറും കൂടെയുണ്ട്. ഒറ്റക്കല്ല, കുട്ടി അവരുടെ കാമായിട്ട് ക്വയറ്റായിട്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ക്ലാസ് ടീച്ചറിനോട് പറയുന്നുണ്ട്, ഒന്ന് വിളിച്ചോളൂ, പാരൻറ്റിനെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് തലേന്ന് തന്നെ നമ്മൾ ഈ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു യൂണിഫോം രീതി കണ്ടപ്പോൾ തന്നെ നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോട് നമ്മളിത് ഇൻഫർമേഷൻ കൊടുത്തു. അവരും പറഞ്ഞു മാനേജ്മെൻറ്റ് എന്ത് തീരുമാനമാണോ എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അതിനനുസരിച്ച് പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റ് വന്നു, നമ്മൾ സംസാരിക്കാനായിട്ടിരുന്നു. കഴിഞ്ഞപ്പോൾ PTA പ്രസിഡൻറ്റും സംസാരിക്കുകയുണ്ടായി. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണല്ലോ നിങ്ങളും ഈ അഡ്മിഷൻ ഇവിടെ എടുത്തത്. പെട്ടെന്നൊരു സംഭവം വന്നപ്പോൾ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ പാരൻറ്റും തർക്കിക്കുകയുണ്ടായി ആ സമയത്ത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, 8ാം തീയതി അതെ, കുട്ടികളെല്ലാം പ്രോഗ്രാമിന് 2 days ആർട്സ് ഡേ ആയിരുന്നു നമുക്ക്. കുട്ടികളെല്ലാം അപ്പുറത്തുണ്ട് ഹാളിൽ. അപ്പോൾ പാരൻറ്റ് പറഞ്ഞു ഒരു 1.5 ടൈം എനിക്ക് വേണം, മണിക്കൂർ ടൈം വേണം എനിക്ക്. കാരണം എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. കുട്ടിയെ TC വാങ്ങിച്ച് പോകണോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ PTA പ്രസിഡൻറ്റിനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. കുട്ടിയെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ 2 കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്, അവർ 2പേരെയും ഇവരുടെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം സംസാരിക്കുന്നില്ല. അടുത്ത ദിവസം കുട്ടിയെ ക്ലാസ്സിൽ വിടുന്നുമില്ല. അടുത്ത കുട്ടി വരുന്നത് 10ാം തീയതിയാണ്.
ഈ സെയിം ഈ ഡ്രസ് കോഡിലാണ് കുട്ടി വരുന്നത്. വീണ്ടും ഹിജാബ് ധരിച്ച് അതെ അതെ, ഈ കുട്ടി വരുന്നത് അതെ വീണ്ടും വരുന്നു. ആ സമയത്ത് നമ്മുടെ റെഗുലർ അസംബ്ലി നടക്കുന്ന സമയമാണ്. കുട്ടികളെല്ലാം റെഡിയായിട്ട് നിൽക്കുക ഈ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ എനിവേ നമ്മൾ വീണ്ടും ആ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് എ ടീച്ചർ അവിടെ കൊണ്ടിരുത്തുന്നു. വീണ്ടും ക്ലാസ് ടീച്ചറിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു പാരൻറ്റിനെ വിളിക്കാനായിട്ട്. പാരൻ്റ് വിളി കേൾക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ ഓടി വരികയാണ്. ബഹളം, അതെ 10-ാം തീയതി ബഹളം ഉണ്ടാക്കുന്ന ഒരു ഇതിലാണ്. എൻ്റെ കുട്ടി എവിടെ? ഞങ്ങളുടെ കുട്ടി സേഫാണ് സാർ, നിങ്ങളൊന്ന് വന്നാൽ മതി. നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണല്ലോ ഈ കാര്യത്തെക്കുറിച്ച്. ഒരു തീരുമാനം നിങ്ങളൊന്നും പറഞ്ഞുമില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു താങ്കളുടെ ഒരു അറിവ് ഇത് കിട്ടാനായിട്ട്, തീരുമാനം അറിയാനായിട്ട്. അപ്പോൾ അദ്ദേഹം വന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ മദറും കടന്നു വരുന്നുണ്ട്. അവരോട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടിയെ പാരൻസ് വന്നല്ലോ, അവരുടെ കൈകളിൽ സേഫായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഗേറ്റിൻ്റെ അകത്ത് 2 പേര് കയറി വരുന്നുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത 2 പേര്. ഇദ്ദേഹം പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെയോ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് 2 പേര് കയറി വരുന്നുണ്ട് ഗേറ്റിൻ്റെ അകത്തോട്ട്. ഇത് കഴിഞ്ഞ് വീണ്ടും ആളുകളുടെ എണ്ണം കൂടുകയാണ്. മോർ ദാൻ 5 മെമ്പേഴ്സ് എൻട്രി ചെയ്യുന്നു. അവർ ലൈവായിട്ട് യൂട്യൂബ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ സ്കൂളിനെ കുറിച്ചും വേണ്ട, അതായത് ബഹുമാനമല്ലാത്ത രീതിയിലുള്ള സംസാരമാണ് അവിടെ ഉണ്ടായത്. ഭയങ്കര തർക്കങ്ങളുണ്ടായി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ KG സെക്ഷൻ്റെ ബിൽഡിങ്ങിലെ വിൻഡോസ്, കാരണം കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടായി ഇത് കേൾക്കുകയാണ്. അത്രയും ബഹളമായിരുന്നു. വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തു. ഞാൻ തന്നെ ഉടനെ തന്നെ പോലീസിനോട് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഇവിടെ സ്കൂളിൻ്റെ ക്രമസമാധാനം നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ കുറച്ച് പേര് വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് പോലീസ് വന്നു. അദ്ദേഹം SI സാറ് വന്നു. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പേരൻസിനെ വിളിപ്പിച്ച് ഓഫീസിലിരുത്തി വായിച്ചു കൊടുത്തു. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കിവിടെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് TC മേടിച്ച് പോകാം എന്ന രീതിയിലും ഇവരോട് സംസാരിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ടും ഇവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ ബഹളം നടക്കുന്നുണ്ട്. പോലീസ് തന്നെയാണ്, പോലീസും PTA ഉണ്ടായിരുന്നു. അവർ ഹാൻഡിൽ ചെയ്തു. ഈ ആളുകളെ മൊത്തത്തിൽ പുറത്തോട്ടാക്കി. ഈ സമയത്ത് തന്നെയാണ് 9:30 സമയത്ത് നമ്മുടെ KG കുട്ടികളെ എൻട്രി ചെയ്യുന്ന സമയമാണ്, അവർക്ക് ആ സമയമാണ്. അപ്പോൾ ഈ സമയത്ത് കുട്ടികളുമായിട്ടൊന്ന് പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. ഈ ബഹളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നന്നായിട്ട് ഒരു സമ്മർദ്ദം കൊടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ഉൾപ്പെടെ, കുട്ടികൾക്കുൾപ്പെടെ, പാരൻസിനുൾപ്പെടെ ഒരു സമ്മർദ്ദം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കൂൾ അടച്ചിടാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ആ സംഘട്ടത്തിന്റെ സാഹചര്യത്തിൽ അടച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഈ സംഭവം 10-ാം തീയതിയാണ്. അതെ 10-ാം തീയതിയാണ്. പിന്നെ 11-ഉം 12-ഉം സാറ്റർഡേ സൺഡേ ആണ്, നമുക്ക് ഓൾറെഡി ഹോളിഡേ ആണ്. അപ്പോൾ തലേന്ന് തന്നെ, അതായത് സൺഡേ ഈവനിങ്ങിൽ തന്നെ നമുക്ക് കോളുകളും മെസ്സേജും ഒക്കെ ആയിട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, ഞങ്ങൾക്ക് നല്ലൊരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെ, രക്ഷകർത്താക്കൾ, ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് ലീവ് വേണം, ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ 2 days ലീവ് കൊടുത്തു. ഇവരന്ന് പ്രശ്നം ഉണ്ടാക്കിയവർ എത്ര മണിയോടുകൂടി തിരിച്ചു പോയത്? അതെ അതെ അതെ, ടൈം ഓർക്കുന്നില്ല. പോലീസാണ് പിന്നെ കൺട്രോൾ ചെയ്തത്. ഇത്തരത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആസൂത്രിതമായ സംഘർഷം സൃഷ്ടിക്കാനുള്ള സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ PTA എങ്ങനെയാണ് ഇവരുടെ നിലപാട് എടുക്കുന്നത്? PTA എപ്പോഴും കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ ഭാഗത്തായിരിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് വേണം സംസാരിക്കുക. PTAയുടെ ഒരു അറിയാമല്ലോ, PTA എന്ന് പറഞ്ഞാൽ പേരൻസ് ടീച്ചർ അസോസിയേഷനല്ലേ. അപ്പോൾ പേരൻസിൻ്റെ ഭാഗത്ത് നിന്നിട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ സംസാരിക്കുക. പക്ഷേ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻ തെറ്റിക്കുക, അല്ലെങ്കിൽ ഒരു വയലേഷൻ ഉണ്ടാകുന്നത് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ തിരുത്താനേ ശ്രമിക്കത്തുള്ളൂ. അതായത് കുട്ടി ഇത്തരത്തിൽ ഇത് ലംഘിച്ചു വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ പാരൻസിനെ വിളിച്ച് ബോധവൽക്കരുത്. നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നെ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷേ PTA ഇപ്പോഴും ഒരു ഉറപ്പ് കൊടുക്കുക. എങ്ങനെയാണ് ഈ കുട്ടി കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഒരു പ്രതികാര നടപടിയും ഈ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഒരു കുട്ടി വിദ്യാഭ്യാസം ആഗ്രഹിച്ച് വരുന്നത് അതും കോൺവെൻറ്റ് സ്കൂളുകളിലാണ്. അവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നല്ല വിദ്യാഭ്യാസം കിട്ടാൻ. ഈ കുട്ടിയുടെ പഠന നിലവാരം നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോൾ വളരെ പുറകായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ടതാണ്. 8-ാം ക്ലാസ്സിലല്ലേ കുട്ടി? 8-ാം ക്ലാസ്സിൽ മറ്റൊരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തിയാണ് ആ കുട്ടിയെ എടുക്കുന്നത്. ടെസ്റ്റിൽ ആ കുട്ടി പരാജയപ്പെട്ടു. പക്ഷേ പരാജയപ്പെട്ടെങ്കിൽ നോർമൽ എന്താ സംഭവിക്കുക? തോറ്റുപോയാൽ പുറത്താക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ. ഇത് തോറ്റുപോയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സ്കൂളാണത്. കോൺവെൻറ്റ് സെൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ട്? അതായത് രക്ഷകർത്താവിന് പിതാവിനൊപ്പം തന്നെ മറ്റു ചില ആളുകളും വരുന്നുണ്ട്. അത് പ്രത്യേകം പറഞ്ഞല്ലോ. ഒരു തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് STPI എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ലോക്കൽ, ഞാൻ ഈ അടുത്ത് ഈ സ്കൂളിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളാണ്.
ഞാനിവിടെ ഈ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ STPക്കാരെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഈ വന്ന STPക്കാരന് ഈ പ്രദേശത്തുള്ള ആളല്ല. ലോക്കൽ ബോഡിയിൽ നിന്ന് ഇപ്പം നമുക്കറിയാലോ, ഇപ്പം അവരുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട് ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ആരും വന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്, പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് STPI ആണോ അതോ നിരോധിത സംഘടനയിൽ നിൽപ്പെട്ട ആളാണോ എന്നുള്ള ആശങ്ക എന്നെപ്പോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്കും അവർ എന്നോട് ചോദിച്ചു. ഇത് STPI ആണെങ്കിൽ ദയവായി പ്രതികരണം പൂർത്തിയാക്കാം. മതപരമായ വിവേചനം മനഃപൂർവ്വം ആവശ്യമാണ് എന്നുള്ളൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയെ വീണ്ടും രക്ഷിതാക്കൾ സ്കൂളിലേക്ക് അയച്ചത് എന്ന് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ. ഈ വാർത്തയിലേക്ക് നമുക്ക് കൂടുതലായി വരേണ്ടതുണ്ട്. ഇതിൽ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകേണ്ടതുണ്ട്. ഈ സ്കൂള് കോടതിയെ സഹിതം സമീപിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിശദാംശങ്ങൾക്കൊക്കെ ആയിട്ട് ജിജീഷിലേക്ക് വരും മണിക്കൂറുകളിലേക്ക് എത്താം.